ഇപ്പോൾ ഫ്രീസറിൽ നമ്മൾ ഇറച്ചിയൊക്കെ വെച്ചിട്ട് എടുക്കുമ്പോഴത്തേന് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാനൊക്കെ പാടായിരിക്കുമല്ലോ. അപ്പോൾ ഒരുപാട് ഇറച്ചി ഉണ്ടെങ്കിൽ പകുതി നമുക്ക് എടുത്തിട്ട് പകുതി മാറ്റി വെക്കണമെങ്കിൽ കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിച്ചിട്ട് ബാക്കി മാറ്റി വെക്കാം. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിൽ താഴത്തെ തട്ടി കൂടെ ലീക്കാകാറുണ്ട് വെള്ളമൊക്കെ അല്ലേ. അപ്പോൾ അത് ഫ്രീസറിൽ തൊട്ട് താഴെയുള്ള ചില്ലറിലില്ലേ ആ ഭാഗത്തൊരു ഹോള് കണ്ട ഇതിന് അടയുന്നതുകൊണ്ടാണ്. അത് നമ്മൾ ഒന്ന് കുത്തി വിട്ടിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള വേസ്റ്റ് അങ്ങ് പോയി കിട്ടും. അപ്പോൾ പിന്നെ ആ ഒരു വെള്ളം താഴോട്ട് വരുന്ന ആ ലീക്ക് ഒഴിവാക്കി കിട്ടും. അപ്പം ഫ്രിഡ്ജിൻ്റെ താഴ്ഭാഗത്തുള്ള തട്ടെടുത്തിട്ട് ഇതേപോലെ ആ ഹോളിനകത്തൊന്ന് കുത്തി കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ആ വേസ്റ്റ് എല്ലാം പോയി കഴിയുമ്പോഴത്തേനും വെള്ളം കറക്റ്റായിട്ട് തന്നെ അതിനകത്തോട്ട് പോയിക്കോളും. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ നെയിൽ പോളിഷൊക്കെ എടുക്കുമ്പോഴത്തേന് കട്ട പിടിച്ച് വരികയാണെങ്കിൽ നമ്മൾ കുറച്ച് സ്പ്രേ അതിനകത്തോട്ടൊന്ന് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ഇതേപോലെ ഒരു 2-3 ട്രിപ്പ് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നെയിൽ പോളിഷ് ഒന്ന് അലിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ കട്ട പിടിത്തം മാറിക്കിട്ടും. ഇതേപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നെയിൽ പോളിഷ് ഇടുകയാണെങ്കിൽ കണ്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒട്ടും കട്ടയില്ലാതെ തന്നെ നമുക്ക് കയ്യിലൊക്കെ ഇടാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കുക. അപ്പോൾ നമ്മൾ വെള്ളം ഇതേപോലെ ഒരു ഗ്ലാസ്സിൽ നിന്ന് മറ്റൊരു ഗ്ലാസ്സിലേക്ക് വെള്ളം ജ്യൂസ് ഒക്കെ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ഗ്ലാസ്സിൻ്റെ ചുറ്റുഭാഗത്തും അതേപോലെ അതിനകത്തും പുറത്തും ഒക്കെ ആകാറുണ്ടല്ലേ. അപ്പോൾ ഒരു സ്പൂൺ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ഒഴിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒട്ടും വെള്ളം പുറത്തോട്ടൊന്നും പോവാതെ ഒരേ സൈഡിൽ തന്നെ വെള്ളം അതിനകത്തോട്ട് കിട്ടും കണ്ടോ. അപ്പോൾ ഒരു സ്പൂൺ ഇതേപോലെ ഒന്ന് വെച്ചിട്ട് ഒഴിക്കുകയാണെങ്കിൽ കണ്ടോ വെള്ളം എവിടെ ആവാതെ തന്നെ അതിനകത്തോട്ട് നമുക്ക് ഒഴിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ തന്നെ ജ്യൂസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഗ്ലാസ്സിന് ചുറ്റുമൊക്കെ ആവുമല്ലോ പാല്. അപ്പോൾ ഇതേപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ എവിടെ ആവാതെ തന്നെ വെള്ളം അതിനകത്തോട്ട് ഒഴിച്ചെടുക്കാനായിട്ട് പറ്റും.